ഫുൾ റെഡ് നല്ലതാ, നല്ല ഫുൾ റെഡ്. അവന് ഫുൾ റെഡ് അടി. ബോഡി എടാ കുത്താൻ നോക്കിയാടാ അവനെ, കുത്താൻ പറ്റില്ല. ആക്ച്വലി ലിയോ ആയിട്ട് എത്ര പോകുന്നു എനിക്കറിയില്ല ബ്രോ. എന്റെ മോനെന്തല്ലോ അവരായിട്ടൊക്കെ ഞാനെങ്ങനെ അറിയാനാടാ. ലിയോ ചിലപ്പോ നിനക്ക് വല്ല ഷർട്ട് വാങ്ങി തരാനായിരിക്കും ലിയോ. വേണ്ട വേണ്ട, നീ ഇപ്പൊ ഡെലിവറി ബോയിനെ പട്ടീനെ കൊണ്ട് പഠിപ്പിച്ചാളൂ. അപ്പൊ ശരിയല്ല, ഒരു ദിവസം തൂക്കുന്നുണ്ട്. ലാംബോ ഒന്ന് കാർ എടുക്കട്ടെ ഐസ്. അവന്റെ ലാംബോയുടെ വീട്ടിൽ കാർ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലാംബോയുടെ വീട്ടിൽ കാർ എടുത്തു കഴിഞ്ഞാൽ ലിയോയുടെ വീട് അജിന്റെ വീട് നമ്മൾ തൂക്കിയിരിക്കും. ആൽഫയുടെ വീട്. അവൻ ഈ പട്ടീനല്ല ദിനോസറിനെ അയച്ചിട്ടാ പറഞ്ഞാലും തൂക്കിയിരിക്കും. ദിനോസറിന് നീ എന്തിനാ അയച്ചിട്ട്? നീ കടിക്കാൻ വന്നാലും നമ്മൾ വരും. ലൈക്ക് അടിക്കാത്തോണ്ട് പെട്ടെന്ന് ലൈക്ക് അടിച്ചേ. അങ്ങാട്ട് പട്ടീനെ കൊണ്ടാണോ? ഇത് അജിന്റെ വീട്ടിലോട്ടാണോ? അജിന്റെ വീട്ടിലോട്ടാണോ? പക്ഷെ ഒരു കാര്യം, അജിനും ലിയോ ഇതുവരെ ഒരുമിച്ച് കണ്ടിട്ടില്ല. അവരെ നമുക്കൊന്ന് ഒന്നിപ്പിക്കേണ്ട, ഒരു ദിവസം ഒരുമിച്ച് കാണിപ്പിക്കണ്ടേ? ഒന്നിക്കലല്ല, അവരിതുവരെ ഫേസ് ടു ഫേസ് കണ്ടിട്ടില്ല അജിനും ലിയോയോ. അപ്പൊ നമുക്ക് ആ ഒരു മൊമെന്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യണ്ടേ ഗൈസ്? കംപ്ലീറ്റ് നമുക്ക് അതാണ് നമ്മുടെ മിഷൻ. അതാ മനസ്സിലായോ? നമ്പൂതിരി ഡിസ്കോഡ് സെർവർ മൊത്തം നമ്പൂതിരി ബൂസ്റ്റ് ആക്കി. കാരണം അവര് ഇവിടുത്തെ ക്യാഷ് അല്ല കേട്ടോ, ഇതൊക്കെ കിട്ടാത്ത പറ്റായിരിക്കേ. ക്യാഷ് ഉമ്മ കളയണ്ടാന്ന്. ആ സ്ക്രിപ്റ്റിനോട് പറഞ്ഞിട്ടോ ബൂസ്റ്റ് ആക്കിയത്. അവൻ എന്തൊക്കെയോ ഡിസ്കോഡ് സെർവർ ചെയ്യണം. ഡിലേ ആക്കിക്കൊണ്ടിരിക്കുക. അത് എടുത്തിട്ടില്ല ബ്രോ. അത് എന്തോ ഇപ്പൊ GST എന്തോ ഒരു റേറ്റ് കുറവ് എന്തോ ഉണ്ട്. അപ്പൊ 22-ാം ശേഷം എടുക്കുന്നത് നല്ലതാണ്. അപ്പൊ 22-ാം ശേഷം ആയിരിക്കും നല്ല റേറ്റ് കുറവ് ഉണ്ടാവുന്നതാണ്. അപ്പൊ പിന്നെ അപ്പൊ എടുക്കാം. അപ്പൊ ഇപ്പൊ എടുക്കേണ്ട വെറുതെ. പിന്നെ ഞാൻ എന്നാ അതേപോലെ തന്നെ വട്ടി ചന്തയ്ക്ക് പോയാലും തിരിച്ചു വന്നു. അടുത്ത മാസം 1-ാം തീയതി മുതൽ ഡ്രാഗ് ചെയ്യാൻ പറയുന്നുണ്ട്. ഡ്രാഗും ചെയ്യില്ല. അവൻ നോക്ക്, ഞാൻ നോക്ക്. അഫീഫേ മാമ, ഞാൻ നോക്ക്, അവൻ നോക്ക്. എന്താടാ ലൈബ്രറിലൊന്നും ആരും ഇരിക്കാറില്ല പോ. SMG ഉണ്ടോ? ഇവിടെ ഉണ്ട്, ഇതിന്റെ അകത്തുണ്ട് കുറെ. ഞാൻ ഗൺ സ്കിൻ മൊത്തം ഡിഫാൾട്ട് സ്കിൻ ഇട്ടിട്ട് എബിലിറ്റി ഓണാക്കും. അതങ്ങനെ ഇടാകുമ്പോൾ നല്ല ലാഗ് വരും തോന്നുന്നു. അപ്പൊ എനിക്ക് MP40 പിടിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക സുഖം കിട്ടുന്നത്. ആ സുഖമല്ല കേട്ടോ, ഐ മീൻ അവിടെ ഫുഡ് എടാ ലിയോ കെണ്ട പട്ടി. കാല് കയറിടാ. പോട്ടുണ്ടേ ഇത് ഇവിടുന്ന് അതാ ഇവിടുന്ന് വേറെ സർപ്രൈസ് നോക്ക്. സർപ്രൈസ് ബ്രോ.
ഇവിടെ പൊക്കിയടാ ഷേഡോ കുറച്ച് സ്പീഡൊക്കെ ഇട്ട് പൊക്കുന്നത് ഭയങ്കര ഡിലേ വന്നുണ്ട്. എടാ MB40 ഞാൻ എന്താ ഉദ്ദേശിച്ചേ വെയിറ്റ് മറ്റേ സ്കിന്നും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു എന്താ പറയുക ഒരു ലാഗ് അല്ല ഒരു സ്മൂത്ത്നെസ് കുറവുണ്ടായിരുന്നു. പക്ഷെ MB40 സ്കിന്നപ്പോൾ ഈ ഷൊണ്ണ സ്കിന്നിട്ടപ്പോൾ നല്ല സുഖമുണ്ട്. ഐ മീൻ എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല, ഒരു സ്മൂത്ത് ഫീൽ ചെയ്യും. പണ്ടത്തെ റെയർ സാധനമായിരുന്നു. അറിയോ റെയറല്ല എന്നാലും ഒരുത്തേ ട്രോഫി പറന്നിറങ്ങണം. ബയോ വന്നല്ലോ മറ്റത്ത് മവേല് വന്ന് പോയല്ലോ മറ്റത്ത് വന്നല്ലോ. കൊല്ലടാ ഞാൻ ഒരു ലിയോ നൂപ ഞാൻ ഒരു ഓസിക്കിൽ എടുത്ത്, നീ അതെങ്കിലും എടുത്തോ? ഞാനും അതിന്റെ ഇടയിൽ കൂടെ ചാടി കയറി ഓസിക്കില് കംപ്ലീറ്റ് ആക്കി. ഞാൻ അത് കാരണം ചത്ത, മനസ്സിലായി? ഓസിക്കിൽ കാരണം ചത്ത, അല്ലെ ഞാൻ ചാവൂലായിരുന്നു. പിന്നെ എന്നെ 3 പേര് വളഞ്ഞിട്ട് അടിച്ചു, അതുകൊണ്ടാ ഞാൻ അവിടെ തന്നെയായിരുന്നു. 3 പേര് ഞാൻ ഒറ്റ കിടക്കണം അടിച്ചിടാവേ. നിങ്ങളൊന്നും ചത്ത ഞാൻ പൊക്കത്തില്ല, ഞാൻ 3 പേര് എടുക്കാനേ കിടക്കുള്ളൂ. കാര്യം ഈ ഫ്രണ്ടിൽ എവിടെ ഉണ്ടേ? ഈ പടക്കം ലിയോ 2 പേരുണ്ടാ നോക്ക. ലിയോടെ ഇങ്ങോട്ട് അടിക്കണേടാ ലിയോ, ഇങ്ങോട്ട് അടിക്കണേ. അടിച്ചേടാ അഫീഫ്, അടിച്ചിട്ടെ ഇങ്ങോട്ട് അടിച്ച് അഫീഫ് ബാക്കില് നോക്കാം അവലടാ. എടാ ഒരുമിച്ച് അമ്മ ഫുൾ സ്കോഡാ. ഒരുമിച്ച് കയറി എടുക്കണേ. ഓക്കെ അതിൽ ഏതൊരുത്തിന് പടക്കമുണ്ട് പണ്ടറിഞ്ഞ. എന്തൊക്കെയാടാ സ്കോഡാ നീ കാട്ടുന്നേ? എടാ എടുക്കണേ. ഫുൾ സ്കോഡ്. അതിന്റെ ഇടയിൽ മലയാളീസ് വേറെ ഉണ്ട്, അതാ ആ സ്കോഡാ വരുന്നത്. കൂടുതലൊന്നും എത്തൂല, നീ അതിനകത്ത് സ്പീഡിൽ ഇറങ്ങുന്നേ. നമ്മളിങ്ങനെ ഇറങ്ങണ അവന്മാര് കാണിക്കും. അമ്മര് എടാ അടിക്കുന്നു. എവിടെ ഉണ്ടേ? ഞാൻ പറയാം, വെളിയില് 2 അവിടെ എന്റെ ഫ്രണ്ടിലുണ്ട്, അവിടെ അറ്റത്ത് നിൽക്കുന്നുണ്ട്. നീ കൂട്ടെ എടാ പോണ ഇവിടെ സോൺ അല്ലല്ലോ സോൺ എടുത്തോണ്ട്. എന്തായാലും അവിടെ ഇരി അവന്മാർക്ക് ഫുഡ് കാണിക്കും, മണ്ണത്തര കാണിക്കത്. പിന്നെ അവന്മാർക്ക് മനസ്സിലായിട്ടുണ്ടോ? അയ്യോ ഫുൾ സ്കോഡേ വെറുതെ നോക്കേ. എടാ ഈ പടക്കം ഒരുമാതിരി ഇടയുടെ അടിക്കുന്ന അപ്പൊ ഇവിടാ ഞാൻ ഗ്ലൂവാലിന്റെ ഇടയിൽ പെട്ടുപോയടാ. ഗ്ലൂവാലിന്റെ ഇടയിൽ പെട്ടുപോയടാ മാങ്ങാണ്ടി. എടുക്കായിരുന്നടാ. എടാ ഞാനാ ഒരുത്ത നോക്കിട്ട് കേറിയായിരുന്നു ആ 2 ഗ്ലൂവാലിന്റെ ഇടയിൽ. ലൈക്ക് എടുക്കാത്തോണ്ട് ലൈക്ക് അടിക്കാൻ സഭയത്തോണ്ട് സഭി. ഓക്കെ ഷാഡോ നോക്കണമെന്നില്ലല്ലോ. ഷാഡോ മെഡടി ഷാഡോ എടാ ഇമോട്ട് അടിച്ചാടോ. ഒന്ന് റിവെഞ്ച് എടുക്കണം പോലുള്ള ആവശ്യമൊന്നും ഇല്ലടാ ടീംമേറ്റ്സിന്. ഇമോട്ട് കിട്ടിയിട്ട് ഒന്ന് എടുക്കാടാ ആവശ്യമില്ല. തള്ളി മതി ഇമോട്ട് അടിച്ച്. പിന്നെ എത്ര നേരം ഞാൻ പറഞ്ഞല്ലോ ഇമോട്ട് അടിച്ചാ നമ്മാര്. നിന്നെ കണ്ടോ എന്ത് മോൻ അഫീഫിനെ അടുത്തിട്ട് തട്ട പറഞ്ഞു നോക്കും, അവനെ അടിച്ചിട്ടില്ലാന്ന്. മതി ബ്രോ. ഇതാണ് ടീംമേറ്റ്സിന്റെ ടീംമേറ്റ്സിന്റെ വായിന്ന് വന്നൊരു കോള് കണ്ടോ, അവനടിച്ചിട്ടില്ല. എടാ ലിയോ വാണമേ ലിയോ എടുത്ത് കളഞ്ഞേ. എടാ അഫീഫിന്റെ കൂടെ ഇറങ്ങി കളിയടാ. ഇങ്ങും ഒറ്റയ്ക്കാണ് പോയി കളിക്കുന്നേ. സോൺ പുഷറിന്റെ വണ്ടിയൊക്കെ പൊട്ടി. അവൻ പറ്റാവോ സോൺ പുഷർ പറ്റാവോ? സോൺ പുഷറത്ത് റൂട്ട് സെറ്റാക്കി അടിച്ചാൽ മതിയായിരുന്നടാ.
P90 ആ പടക്കത്തിനുണ്ടെന്ന് P90 ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലടാ. അവൻ ഇന്നും ചാടി ചാടി തുള്ളിക്കൊണ്ടേ ഇരിക്കണം. അവന്മാര് ഫുൾ സ്ക്വാഡും കൂടി ഇട്ടെ 2 ചാട്ടം നോക്കായി. എല്ലാം തീർന്നു. ലെവൽ 2 വെസ്റ്റും കൊണ്ടല്ലേ ആ വരുന്നത്. വെൻഡിങ് മെഷീൻ അങ്ങോട്ടൊന്നും പോകണ്ട. 2 ഇപ്പോൾ എന്താ തല്ല് കൂടുക കിടക്കണം. റിവെഞ്ച് എടുത്തു. ആ